യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ആലയത്തിൻ്റെ മുറ്റത്ത് കൂടിയിരിക്കുന്ന സകല ദൈവജനത്തിനും മൈക്കിൻ്റെ ശബ്ദവലയത്തിനുള്ളിൽ പരിസരത്ത് ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഈ സഭയുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന പരിസര ഇതര സഭാപ്രസ്ഥാനങ്ങളിലുള്ള ദൈവജനം, അവരെ നടത്തുന്ന അഭിഷക്തന്മാർ, എന്നെ ഇവിടെ ക്ഷണിച്ച ഈ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലവാഹികൾ, ബഹുമാന്യ സഭ, പാസ്റ്റർ, കമ്മിറ്റിക്കാർ, നിങ്ങൾക്കെല്ലാവർക്കും, പിന്നെ ഈ വേങ്ങൂർ ദേശം 1984 തുടങ്ങി പരിചയപ്പെടുവാൻ മാനുഷികതരണത്തിൽ ദൈവം ഉപയോഗിച്ച മുളമുട്ടുചെരുവിലെ ഉണ്ണിച്ചായൻ കുടുംബം, തൻ്റെ തലമുറകൾ, ഇവിടെയുള്ള ബ്രദറൻ സഭ തുടങ്ങിയ ഇവിടെ പെന്തക്കോസ്തിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള ദൈവമക്കൾ, ചർച്ച ക്രൈസ്റ്റ്, മാർത്തോമ, യാക്കോബ, കത്തോലിക്ക തുടങ്ങിയ ഞാനിവിടെ ടീമായി വന്നപ്പോഴെല്ലാ സഭാപ്രസ്ഥാനങ്ങളും എന്നെ സഹായിച്ചിട്ടുള്ളവരാണ്. അവരെ ആരെയും വിട്ടുകളയാതെ എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനങ്ങളെ ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. രാത്രിയിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ചുരുക്കമായ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കുറച്ച് സാർവത്രികപരമായ കാര്യങ്ങളും അത് വചനത്തോട് യോജിപ്പിച്ച് കൊണ്ട് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല, വിദ്യാഭ്യാസമുള്ള തലമുറയാണ്. വിദ്യാഭ്യാസ ലോകത്തോട് ചേർന്ന് നമ്മൾ സംസാരിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രസംഗിക്കുന്ന എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞാൻ ചവിട്ടി നിൽക്കുന്നത് വിദ്യാഭ്യാസമുള്ള അനേക സ്ത്രീ പുരുഷ ഭേദമന്യേ ആൾക്കാരുടെ പദമൂന്നിയ മണ്ണിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് അതിനോട് യോജിച്ച് തന്നെ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. സാധാരണ ഇങ്ങനെയുള്ള യോഗങ്ങൾക്കൊക്കെ എന്നെ എൻ്റെ മക്കളാണ് വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ദിവസങ്ങൾ കേരള ഒരു യാത്രയായിട്ട് തിരുവനന്തപുരത്തിൻ്റെ തെക്കേ തമിഴ്നാട് ബോർഡറിൽ നിന്ന് കാസർഗോഡ് വരെ ഒരു വാഹന സുവിശേഷ യാത്ര ഞങ്ങളും ഒരു ഷമീർ എന്ന് പറയുന്ന പലർക്കും അറിയാവുന്ന ഒരു ദൈവദാസനും കൂടെ ചേർന്ന് ഒരുക്കി എൻ്റെ മകിസെറ്റും വാഹനവും ഒക്കെ ആയിട്ട് എൻ്റെ മൂത്ത മകൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് മിയണ്ണൂര് IPCയിലുള്ളതായ ആ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ളതായിരിക്കുന്ന ഒരു വാത്സല്യ ദൈവദാസൻ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന അവിടുത്തെ IPCയിലെ ഒരു അംഗവും ഈ ഇവിടുത്തെ ന്യൂ ലൈബിൽ 2-3 വർഷം ബൈബിൾ ക്ലാസ് പഠിക്കുകയും ചെയ്ത മാന്യ അദ്ദേഹം ഇപ്പോൾ ചില മാസങ്ങളായിട്ട് ഇങ്ങനെയുള്ള യാത്ര എനിക്ക് സഹായമായി ദൈവയുടെ ഉണ്ട്. ആ മാന്യ വ്യക്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനങ്ങളെ ദൈവനാമത്തിൽ അറിയിക്കുന്നു. എന്നാൽ രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കായ ഒരു വേദഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം നമ്മുടെ ചിന്തയ്ക്കായി വായിച്ചു വെച്ചുകൊണ്ട് വേദപുസ്തകത്തെക്കുറിച്ച് അല്പം ചില മുഖവരയായി പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്. 21-36 മുതൽ. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. മതി, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, വായിച്ച വചനത്തിനായി സ്തോത്രം. വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ഏതാത്മാവിനാൽ എഴുതിയോ അതേ ആത്മാവിനാൽ ഈ വചനം ശുശ്രൂഷിപ്പാൻ ആവശ്യമായ കൃപ തരയണമേ. എല്ലാ നന്മകൾക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ വല്ലഭത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാൺമാനാശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ, പ്രിയൻ ചാരയെത്തുമ്പോൾ, ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാൺമാനാശയേറുന്നേ. വാസം ഓർക്കുമ്പോൾ
പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയം ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ഈ ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. കേദാര്യ കൂടാരങ്ങളെ സോളമൻ തിരശിലാകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. ഹല്ലേലൂയ, ആമേൻ. ഈ ലോകവെയിലേറ്റതാൽ വാടിത്തളർന്നിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. സോളമൻ തിരശിലാകളെ കേദാര്യ കൂടാരങ്ങളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാൺമാനാശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയം ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയം ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ശാരോനിലെ പനുനീർപ്പൂ, താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്തിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാ. ആമേൻ. ശാരോനിലെ പനുനീർപ്പൂ, താഴ്വരയിലെ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്തിയ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാൺമാനാശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയം ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയം ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാൺമാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർത്തിടും പ്രിയ. നിന്നെ കാൺമാനാർത്തിയായി കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എല്ലാവരും കൈയടിക്കാം. ആ എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാൺമാനാശയേറും. ആമേൻ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയം ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. എന്നുമേകെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാൺമാനാശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയം ചാരയെത്തുമ്പോൾ
ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസം ഓർക്കുമ്പോൾ നീയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. ആമേൻ. രണ്ടൂന്ന് മീറ്റിങ്ങിനൊക്കെ ഈ കീബോർഡിസ്റ്റ് ഞാനിവിടെ നിന്ന് അടുക്കാവുന്ന വരി ഞങ്ങൾ വല്ലതൊക്കെ നടത്തി കൂട്ടും. ഈ അടുത്താരെങ്കിലും എന്നെ വിളിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ വിളിക്കണം കേട്ടോ, ഞങ്ങൾ ഒരുമിച്ച് കത്തിക്കും. ഒരു അപ്പൻ മകൻ പ്രായവും ഞങ്ങൾ അകലമുണ്ട്. അപ്പനും മോനും ഒരു സ്റ്റേജിയെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കളിയാന്നു. ആമേൻ. ദൈവം അവനെ ധാരാളം മാനിക്കട്ടെ. സ്തോത്രം. ഈ കാലത്തെ ചില സുവിശേഷ യോഗങ്ങൾ ഞാൻ പ്രസംഗിക്കാൻ ചെന്നാൽ എത്രയും ഒഴിഞ്ഞ് മാറിയിരുന്നിട്ട് അവസാനമേ സ്റ്റേജിൽ വരും. ഇവിടെ ഈ പാടുന്ന കുഞ്ഞുങ്ങളൊക്കെ നമുക്കുള്ള പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്നത്. എനിക്ക് പിടിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഈ ആത്മീക മണ്ഡലത്തിൽ വന്നു കൊടുത്ത് എവിടുന്ന് വന്നു കയറിയെന്തോന്ന് അറിയത്തില്ല. ഞാൻ പറയും എല്ലാവരും സ്തുതിക്കാമെന്ന് പറയും. സ്തുതിക്കുമ്പോൾ സ്റ്റേജിനോട് ഇയാൾ വിളിച്ചിട്ട് പോരാ പോരാ പോരാ, ദൈവത്തെ സ്തുതിക്കുന്ന പോരെന്ന് ചെയ്യുന്ന ഇവനാണോ? അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഇത് ഇത്രയും വർദ്ധിച്ചു വരുന്നത് നമ്മുടെ കുറച്ച് തലമൂത്തിരിക്കുന്ന ആൾക്കാർ ഇതിന് വിലക്കിടാഞ്ഞിട്ടാ. എവിടുന്ന് വന്നു കയറിയോ, ആരുകൊണ്ട് വിതച്ച പേച്ചുവരെയാണോ ഇത്? അതുപോലെ തന്നെ വചനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. നമുക്ക് കർത്താവ് ഒരു ആരാധന തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാമെന്ന് പറയും. എവിടുന്ന കർത്താവ് ആരാധന തന്നെങ്കിൽ കർത്താവാണ് താഴെ, നമ്മൾ മേളിൽ വന്നോ? കർത്താവിനെ ആരാധിപ്പാൻ കൃപ തന്നതുകൊണ്ട് സ്തോത്രം, അതാ പറയേണ്ടത്. അല്ല ആരാധന തന്നതുകൊണ്ട് സ്തോത്രം എന്ന്. ഇങ്ങനെ ഒത്തിരി ഈ എന്തൊക്കെയാണെന്നോ അഷടും പെഷടും എല്ലാം കൂടെ ആത്മീയത്തിനകത്ത് കൊണ്ട് കയറ്റിയിട്ടേപ്പുണ്ട്. കുഞ്ഞിലേ ഈ സത്യം കേട്ടുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് ഇന്നത്തെ പിടിക്കരുതാഴിയോടൊന്നും നമുക്ക് യോജിക്കാനൊക്കത്തില്ല. അതാണ് സംഗതി. അല്ലെങ്കിൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുറിച്ച തകരയായിരിക്കണമായിരുന്നു. അതല്ല, ആ ഉദരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇത് കേട്ടും ഇതിൻ്റെ കണ്ടു എന്ന് പറയാൻ ഒത്തിരി എനിക്ക് ഒക്കത്തില്ല, കാരണം അങ്ങനെ അവസ്ഥയാണ്. കേട്ടും അനുഭവിച്ചും വളർന്നു വന്നതുകൊണ്ട് ആ ഉപദേശ ശുദ്ധിക്കകത്ത് നിന്നാൽ നമുക്ക് സന്തോഷത്തോടെ അക്കരെ എത്താം. സ്തോത്രം. ഒത്തിരിയൊക്കെ വലിച്ചു വാരി കളയാൻ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മതി. 10 നിറയ്ക്കാൻ വേണ്ടി 10 കൂടെ ഇട്ട് നിറയ്ക്കണ്ട. നമുക്ക് 4 നെല്ലേ കിട്ടിയുള്ളെങ്കിലും ഉള്ളത് നല്ല നിറമണിയായിരിക്കട്ടെ, ബാക്കി വാരി കളയാം. സ്തോത്രം. അത്രയും പറഞ്ഞ് ആ ഭാഗം പിടിക്കുകയാണ്. അരക്കുമ്പനാടായിരിക്കുന്ന ഈ വേങ്ങൂര് പിന്നെ ഒരു വേദി ദൈവം ഒരുക്കി തന്നതിൽ ക്രിസ്തുവിലുള്ള ചാരിതാർത്ഥ്യത്തോടെ നിന്ന് ബഹുമാനപ്പെട്ട എന്നെ ക്ഷണിച്ചവർക്കും വന്ദനം അറിയിച്ച് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വേദവസ്തുവത്തോട് ബന്ധ ചില കാര്യങ്ങൾ മുഖവരയായി സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടന്നു വരിക. നിശ്ചയിക്കപ്പെട്ട സമയം തന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. വേദപുസ്തകം ചെന്ന് ആശീർവാദം കൊടുക്കാത്ത ഒരു കാര്യവും ലോകത്തിൽ ഇന്ന് കാണുന്നില്ല. ഇതിനെതിരായിട്ട് പലത് പറഞ്ഞാലും എഴുതിയാലും ഒടുവിൽ വരുമ്പോൾ വേദപുസ്തകത്തിലെ അന്തസ്സത്ത അവിടെ ചെന്ന് അതിന് പ്ലാസ്റ്റ് ചെയ്തെങ്കിലേ അതിന് പൂർത്തീകരണം വരികയുള്ളൂ. ഈ കെട്ടിടമൊക്കെ എത്ര കോടി ചെലവഴിച്ച് പണിതാൽ തന്നെയും അതിൻ്റെ മണ്ടയിൽ ആ വിടവടയ്ക്കാൻ മേശരിമാർക്കറിയാമല്ലോ. ഞങ്ങളുടെ ഫ്രാൻസിസ് കെട്ടിടങ്ങൾ എടുത്ത് പണി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോഴാണ് അതെല്ലാം വിട്ടിട്ട് കർത്താവിൻ്റെ വില. ഞങ്ങൾ ദീർഘവർഷങ്ങളുള്ള പരിചിതരാണ്. ഇന്ന് ഇപ്പോൾ കുറച്ച് മാസം കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്രകൾ തുടങ്ങിയിട്ടുള്ളത്. വർഷങ്ങൾക്കപ്പുറത്ത് പരിചിതരാണ്. എന്നാൽ അങ്ങനെ മേശരിമാരായ ജോലിയോട്ടുള്ള പലരും ഇവിടെ കാണും, ഒക്കെ അറിയാം. അപ്പം അതിന് വിടപടയ്ക്കുക, പ്ലാസ്റ്റിക് ചെയ്യുക, അതിന് വിടപടയ്ക്കുക, അല്ലെങ്കിൽ ആ സുഷിരത്തിലൂടെ വെള്ളം ഇറങ്ങി ആ ടെറസിൻ്റെ ആ കമ്പി അതെല്ലാം ദ്രവിച്ച് അത് പൊത്തു വീഴുവാനിടയായിത്തീരും. അപ്പം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എന്തെല്ലാം ഈ ദൈവനാമത്തിനെതിരായിട്ട് പറഞ്ഞാലും പ്രവർത്തിച്ചാലും എഴുതിയാലും ഒടുവിൽ അത് പൂർത്തീകരണം വരുത്തണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അന്തസ്സത്ത അവിടെ ചെന്നെങ്കിലേ അത് പൂർത്തിയാകുകയുള്ളൂ. അത് മാറ്റി വെച്ചേച്ച് ഇവിടെ ഉലകത്തിൽ ഒരുത്തർക്കും നോക്കുകയല്ല. നമ്മുടെ ഈ വേങ്ങു ജംഗ്ഷനിലായാലും മേലേപ്പുറ ജംഗ്ഷനിലോ ഇവിടെ ഈ ജംഗ്ഷനിലോ മത്തായി മുക്കിലോ ചപ്രയിലോ ഉമ്മന്നൂരോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ആയൂരോ ലോകത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ചിലർ ചില വാക്കുകൾക്ക് അടിസ്ഥാനമില്ലാതെ പറയുമ്പം അടുത്ത് നിൽക്കുന്നു ഇടയിൽ അങ്ങ് വീട്ടിൽ ചെന്ന് അത് പിന്നെ ഭാര്യയോട് പറഞ്ഞാൽ മതി എന്ന് പറയുമല്ലോ, അത് വീട്ടിൽ ചെന്ന് പെണ്ണുപിള്ളയോട് പറഞ്ഞാൽ മതി എന്ന് പറയുമല്ലോ. അതെവിടെ തുടങ്ങിയതാണെന്നറിയാമോ? അത് വേദപുസ്തകത്തിലുണ്ട്. അത് വേദപുസ്തകത്തിലുണ്ടത്.
വേദപുസ്തകത്തിൽ ആരങ്ങനെ പറഞ്ഞു? പറയാം. വീട്ടിൽ ഭാര്യമാരോട് പറഞ്ഞ കാര്യം ഉണ്ട്. അവിടുന്ന് തുടങ്ങിയതാ. എവിടാ? എടുത്താട്ടെ, ഉൽപ്പത്തി പുസ്തകം 4:23 എടുത്താട്ടെ. 4:23 ഉൽപ്പത്തി പുസ്തകം. ഇപ്പോഴേ വേണ്ട. എടുത്തിട്ട് ആര് കുറച്ച് വായിക്കണമെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സില്ലയുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. മതി. ഇവൻ ആ പെരയ്ക്കകത്തിരുന്ന ഭാര്യമാരോട് പറഞ്ഞു തുടങ്ങി ബാക്കിയുള്ളവർക്ക് ഉദ്ഘാടനം ചെയ്തത്. അവനങ്ങനെ കൊന്നോ ഇല്ലയോന്നൊന്നും ഒരു ചരിത്രവും ഇതുവരെയും തെളിയിക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലും ധീരത വെളിയിലിറങ്ങി ആമ്പിള്ളാരുടെ കേൾക്ക പറയാതെ പെരയ്ക്കകത്തിരുന്നോണ്ട് പറഞ്ഞു. ആ പാവം പിടിച്ച പെണ്ണുങ്ങൾ ഇത് കേൾക്കുകയല്ലാതെ അവരെ കൊണ്ടൊന്നും നോക്കുകയല്ലേ. അന്ന് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാ. എടാ, അങ്ങ് വീട്ടിൽ പോയി ഭാര്യയോട് പെൺപിള്ളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ലാമേക്കാ ഉദ്ഘാടനം ചെയ്തത്. അതാണ് സംഗതി. മാത്രമല്ല, താണ്ട് ഇവിടെ ഉപകരിക്കുന്ന ഈ മജിസറ്റ്, അതിനകത്ത് ഒരു ചെറിയ ഒരു സൂത്രമുണ്ട്. ഒരു സോപ്പ് പൊട്ടി വലിപ്പത്തിൽ കാണുന്ന ഒരു സംഗതി ആയിരിക്കാം. അതൊന്നും നമ്മുടെ ഒരുതപ്പെട്ടവർക്ക് പിടികിട്ടത്തില്ല. ഡിലേ എന്ന് പറയും. അത് അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോഴാ യേശു എന്ന് പറഞ്ഞാൽ യേശു 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 എന്നിങ്ങനെ വിട്ടുവിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. ഡിലേ എങ്ങനെ കേൾക്കുന്നത്? അതിന് ഈ ടെക്നോളജി പുരോഗമിച്ചപ്പോഴത് കണ്ടുപിടിച്ചാടോ ഉപദേശി. അതിനിപ്പോൾ എന്തുവാ പ്രത്യേകം? പുസ്തകത്തിൽ നിന്നാണ് ഇതിങ്ങോട്ട് വരാൻ കാരണം, ബൈബിളിൽ നിന്നാണ്. സങ്കീർത്തനം 62 എഴുതിയിട്ടുണ്ട്, ബലം എനിക്കുള്ളത് എന്നൊരിക്കൽ ദൈവം അരുളി ചെയ്തു. ഞാൻ എത്ര പ്രാവശ്യം കേട്ടെന്നാ? 2 പ്രാവശ്യം. അതെങ്ങനെ കേൾക്കും? ഒരു പ്രാവശ്യമല്ലേ അരുളി ചെയ്തുള്ളൂ, 2 പ്രാവശ്യം കേൾക്കുന്നത്. അവിടുന്ന് ഡിലേ ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. ഇവിടെ മിക്സർ എന്നും പറഞ്ഞൊരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര മൈക്ക് അതിൻ്റെ കേബിൾ കൊടുക്കാനും അതെല്ലാം കൂടെ ചേർത്ത് കീബോർഡിൻ്റെ ടോൺ ഏതൊക്കെ അനുസരിച്ച് കൂട്ടി കൊടുക്കണം, കുറച്ച് കൊടുക്കണം, അതനുസരിച്ച് അത് മിക്സ് ചെയ്യുന്ന ആളിൻ്റെ കഴിവും കലയും പോലിരിക്കും പ്രോഗ്രാം വിജയിക്കുന്നത്. കുളവാക്കാനും അയാൾക്ക് കഴിയും, അത് മാനിക്കപ്പെടാനും ഉള്ള പരിധി കൊണ്ടുവരാനും അയാൾക്ക് കഴിയും. അയാളുടെ വിരൽ ചലിക്കുന്ന പോലിരിക്കും പരിപാടി. ഈ മിക്സറിന് എവിടാ തെളിവ്? അത് ടെക്നോളജിപരമായിട്ട് കണ്ടുപിടിച്ചതാ. കണ്ടുപിടിച്ചെന്നല്ല ഉള്ളൂ, ഉണ്ടാക്കിയതാന്ന് പറയാനൊക്കെ അല്ല, കണ്ടുപിടിച്ചെന്നാ പറഞ്ഞത്. അപ്പോൾ കണ്ടുപിടിച്ചതോ പണ്ടേ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ടുപിടിച്ചു, കള്ളനെ കണ്ടുപിടിച്ചു. കള്ളനെ അന്നേരം നിർമ്മിച്ചുണ്ടാക്കിയതല്ല, കള്ളൻ നേരത്തെ ഉണ്ട്, കണ്ടുപിടിച്ചു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാ ഈ മിക്സറിൻ്റെ തെളിവ് അവിടെ വചനത്തിൽ രേഖപ്പെടുത്തുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് കണക്ഷൻ കൊടുക്കുന്ന, ലോകത്തിൻ്റെ സകല കണക്ക് ശാസ്ത്രവും എല്ലാം കൊണ്ട് കണക്ഷൻ കൊടുക്കുന്ന ഒരു മിക്സറാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതിൻ്റെ ഒരു ഭൗമിക പൊരുളാണ് ഇവിടെ ഈ മൈക്ക് സെറ്റുകാരുടെ കയ്യിലിരിക്കുന്ന മിക്സർ. ഞാൻ പലപ്പോഴും ഈ കാലത്ത് നമ്മുടെ പല കൺവെൻഷനിലും ഞാനത് പറയും. 3 ദിവസത്തെ യോഗമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും കുറഞ്ഞ പക്ഷം ബൈബിളും സയൻസും എന്ന വിഷയം നോട്ടീസിൽ കാണിച്ചുകൊണ്ട്, കൃപയാൽ നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ നല്ല പ്രാപ്തന്മാരുണ്ടല്ലോ, ആ വിഷയം എടുത്ത് അങ്ങോട്ട് പ്രസംഗിക്കണം. ഈ ബുദ്ധിജീവികൾക്ക് മനസ്സിലാകണം, ഈ ബൈബിളെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഈ പേടിച്ചും ഭയന്നും പാപം ചെയ്യാതൊക്കെ ജീവിച്ച് ദൈവത്തിന് വേണ്ടിയെന്നും പറഞ്ഞ് നിൽക്കാൻ മാത്രമുള്ള പുസ്തകമല്ല. ആധുനിക ലോകൈക സംഭവങ്ങളുടെ മുഖത്ത് നിത്യ വ്യക്തിത്വത്തിൻ്റെ നെഞ്ചുവിരിപ്പോടെ ചരിത്ര വികായസിൽ കാലൂന്നി നിവരെ നിൽക്കുന്ന പുസ്തകമാണ് ബൈബിളെന്ന് ലോകം അറിയേണ്ടതിന് അതിന് തക്ക പ്രാപ്തന്മാരെ കൊണ്ട് പ്രസംഗിപ്പിക്കണം. അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയൊക്കെ യൂണിവേഴ്സിറ്റിയുടെ മുൻപിലും അഗ്രിപ്പ രാജാവിൻ്റെ അരിമനയിലും ഒക്കെ പൗലോസും ഒക്കെ അന്നത്തെ നിയമങ്ങളും ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും തട്ടിച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ് ആ കൈസർമാരുടെയൊക്കെ മറ്റും അവിടുന്ന് ചില ജോലിക്കാരൊക്കെ രക്ഷിക്കപ്പെടാനിടയായത്. അല്ലാതെ എന്നും ഒരു രോഗശാന്തി, ഒരു ഏതാണ്ടൊക്കെയോ കുറച്ച് കാര്യം കാണിക്കുക, കേൾപ്പിക്കുന്ന എന്തൊക്കെയോ അതുകൊണ്ട് പറഞ്ഞ് കുറച്ച് ബഹളം ഉണ്ടാക്കിയാൽ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പം അതുകൊണ്ട് കാര്യത്തോടെ പറയാൻ കൃപയാൽ നമ്മളുടെ ഇടയിൽ നല്ല പ്രാപ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ പീഡ ഒരുക്കി കൊടുത്ത് മനുവേൽ ഉപദേശിയൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തിയാലും വേണ്ടിയല്ല, നല്ല സമൂന്നത പ്രാപ്തന്മാരെ അങ്ങോട്ട് കയറ്റി നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു ചൊടിപ്പ് ആത്മീയത്തിൽ വരട്ടെ. അത്രയും പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടുകയാണ്.
അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, സകലത്തിനും തെളിവ്. ഞാൻ മുൻപ് ഇവിടെ ഈ സ്കൂളിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ഇപ്പോഴും പറയുകയാണ്. അതെടുത്ത് അങ്ങനെ പറയാൻ കാരണം കേട്ടവർ എന്തിക്കും ഇയാൾ മറന്നുപോയി കാണും പണ്ട് ഇവിടെ പറഞ്ഞത്. ഞങ്ങൾക്കത് പുതുമയല്ല എന്ന് എന്തിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഞാനൊരു സ്കൂളിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഇവിടെ വെച്ച് മൈക്കിൽ കൂടെ. ഒരു ചെമ്പ് പിടിച്ച് ഒരു കിണറ്റുകരയിലോട്ട് വെച്ചിട്ട്, വെറും ചെമ്പ്, അതിനകത്ത് ഒരു തുള്ളി എണ്ണ ഒഴിക്കുക മതി. അല്ലെ പോട്ടെ, കൈവിരളയിൽ ശകലം തൊട്ടയിലും തൂത്തു വെക്കുക മതി. തൊട്ടിക്കണക്കിന് വെള്ളം കോരി ആ ചെമ്പിനകത്ത് അങ്ങ് ഒഴിക്കുക. ചെമ്പിനകത്ത് ഒഴിക്കുമ്പോൾ നമ്മുടെ മനോഭാവം ശകല എണ്ണമയം പരണ്ടതേ ഉള്ളൂ. ഈ വെള്ളമാ കൂടുതൽ. ഇനി എണ്ണയെക്കുറിച്ച് ഒരു അറിവുമില്ല. വക്കോളം നിറച്ചു, ഓളവടി അങ്ങ് ശാന്തമായി. കണ്ണുകാഴ്ചയുള്ളവർ, എന്നെപ്പോലല്ല, കണ്ണുകാഴ്ചയുള്ളവർ ആ വെള്ളത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ശകല എണ്ണമയെ തൊട്ട് തൂത്തുള്ളെങ്കിലും ആ എണ്ണമയം വെള്ളത്തിൻ്റെ മീതെ തെളിഞ്ഞു നിൽക്കും. ഭൂരിപക്ഷമായ വെള്ളത്തിന് ന്യൂനപക്ഷമായ എണ്ണയെ പാത്രത്തിനടിയിലാക്കിയോ വെള്ളത്തിൽ ലയിപ്പിച്ചോ കളയാൻ ഒക്കാത്തതുപോലെ ലോകത്തിൻ്റെ തർക്കങ്ങളും ശാസ്ത്രങ്ങളും ബുദ്ധിജീവികളുടെ പല പല പരിപാടികളും അതും ഇതുമൊക്കെ ഒത്തിരി ഇങ്ങോട്ട് കുമിഞ്ഞുയർന്ന് പെരുവെള്ളം പോലെ വന്നാലും ദൈവവചനമാകുന്ന എണ്ണയ്ക്ക് ഭൂരിപക്ഷം വേണ്ട, ന്യൂനപക്ഷം മതി. അത് സമയത്ത് വർഗഗുണം വെളിപ്പെടുത്തി ഇതിൻ്റെ മീതെ തെളിഞ്ഞു നിൽക്കും. അതാ ദൈവവചനത്തിൻ്റെ അന്തസത്ത. അത് കാലാകാലങ്ങളിൽ പ്രാപിച്ച് ഈ രക്ഷയുടെ സന്തോഷം പ്രാപിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് തങ്ങളുടെ വേല തികച്ച് മഹത്വത്തിൽ പോയവരെയും ഇന്ന് നിലവിൽ ആ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന തൻ്റെ ഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്ന രാത്രിയിൽ വായിച്ചു കേൾക്കപ്പെട്ട വചനത്തെ തൊട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ടത് ഇപ്രകാരമാണ്. എന്താണ് വായിച്ചു കേൾക്കപ്പെട്ടത്? സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ. അപ്പൊ ചിലത് സംഭവിക്കും, നമ്മൾ പ്രാർത്ഥിച്ചാലും ചിലത് സംഭവിക്കും. എന്നാൽ ദൈവമക്കൾക്ക് പ്രത്യേകം ഒരു തെളിവ് കൊടുത്തിരിക്കുകയാ, സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോണമെന്ന്. ഒഴിഞ്ഞു പോകണമെങ്കിൽ എന്തോ ചെയ്യും? ഇവിടുത്തെ മിഷ്യൻ കണ്ണ് ഒന്നും വെച്ച് നോക്കി ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞ് മാറാനൊക്കെ അല്ല. ബഹുമാനപ്പെട്ട കരുണാകരൻ മുഖ്യമന്ത്രിയായ ഒക്കെ ഇരുന്ന ഒരു സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഇവിടെ സുനാമി വന്നല്ലോ 2004 ഡിസംബർ 26 ആ കൊല്ലത്തിൻ്റെ വിവിധയിടങ്ങളിൽ, കന്യാകുമാരിയിൽ, പിന്നെ അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഇന്തോനേഷ്യയിൽ, തായ്ലാൻഡിൽ, ലാവോസിൽ, ഇവിടെ എല്ലാം അടിച്ചു കയറി സുനാമി. അപ്പം അന്ന് കരുണാകരൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തക്ക സമയത്ത് നിയന്ത്രിക്കുവാനുള്ള യന്ത്രം കയ്യിലില്ലാതായിപ്പോയി. എന്നാലും മണ്ടത്തരം സമ്മതിക്കുകയല്ല. കടലിൻ്റെ ആഴത്തിൽ നിന്ന് അടിച്ചിറങ്ങി വരുന്ന ഇതിനെ നിയന്ത്രിക്കുവാൻ എന്തോത്തിൻ്റെ യന്ത്രമാണ്? പിന്നെ ഒരു കാര്യമാണ്, ഓരോരോ അധികാരസ്ഥാനത്ത് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാനൊക്കെ, തെറ്റോ ശരിയോ എന്നുള്ളതല്ല, എന്തെങ്കിലും പറയാതിരിക്കാനൊക്കുമോ? അതുകൊണ്ടൊക്കെ ഉള്ളൂ ഇതിനകത്തെ സംഗതി. സംഭവിപ്പാനുള്ളത് സംഭവിക്കും. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ദൈവം കൊടുത്തിന് പ്രമാണം, അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ സദാ ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കണമെന്ന്. ജോലിക്ക് പോകരുതെന്നോ ഭക്ഷണം കഴിക്കരുതെന്നോ ഇതൊന്നുമല്ല ആ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഏത് ജോലിയിൽ എവിടെയായാലും ഞാൻ ദൈവവൈതൽ എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടെ ജീവിതം സൂക്ഷിച്ചോണമെന്ന്. അല്ലാതെ പെണ്ണുങ്ങളെല്ലാം തലയെ തുണിയിട്ടുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യത്തിനും ഇറങ്ങാതെ, ആണുങ്ങൾ കുന്താലിയിലും മൺവെട്ടിയിലും ഓഫീസ് കാര്യത്തിലും ഒന്നും തൊടാതെ പ്രാർത്ഥിച്ചു, അങ്ങനല്ല കർത്താവ് പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ ഉണർവുണ്ടായിരിക്കണം. കാലത്തെക്കുറിച്ചുള്ള ഒരു വിവേചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കാരണം സംഭവിക്കും, ഇല്ലെന്ന് പറയാനൊക്കെയല്ല. മത്തായി സുവിശേഷത്തിൽ ഇതേ കർത്താവ് തന്നെ പറയുന്നത് സംഭവിക്കുമെന്ന്. വായിക്കാം, 24-6 വാക്യത്തിലേക്ക് വരാം. 24-6 വാക്യത്തിലേക്ക് വരാം. മത്തായി 24-6 മുതൽ. കിട്ടിയവരാര് വായിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. മിക്കവാറും സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നല്ല, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു സംഭവിക്കാനിട ഉണ്ടെന്ന്. അങ്ങനെ കർത്താവിനൊരു തോന്നൽ രീതിയിൽ പറച്ചിലില്ല. ഒന്നുകിൽ സംഭവിക്കേണ്ടത് തന്നെ, അല്ലെങ്കിൽ സംഭവിക്കത്തില്ല. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് കർത്താവിന് പറയാനുള്ളത്. അത് സംഭവിക്കേണ്ടത് തന്നെ.
ആ സംഭവിക്കുവാനുള്ളതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനാണ് ദൈവം തൻ്റെ ജനത്തിന് ഉപദേശം നൽകിയിരിക്കുന്നത്. ചില സംഭവങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് സൂചിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുൻപ് ഞങ്ങളുടെ പുത്തൂർ ദേശത്ത് നിന്നും, ഞാൻ പുത്തൂരിന് തെക്ക് കരിപ്പറയാ താമസിക്കുന്നത്, ഒരിക്കൽ പുത്തൂരിന് പടിഞ്ഞാറ് കുന്നത്തൂരായിരുന്നു. അന്ന് കുന്നത്തൂരായിരിക്കുമ്പോഴേ ഇവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ പുത്തൂരിൽ നിന്ന് ഒരു കുടുംബം രാജസ്ഥാനിലെ അവരവിടെ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുക, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരവിടുത്തെ ടൗണിലേക്ക് സാധനം വാങ്ങുവാനോ വേണ്ടൊക്കെ ഒരു അമ്മയും മോനും കൂടെ പോയി. അവൻ ഒരു കൊച്ചു ചെറുക്കനാ, തീരെ പൊടിച്ചെറുക്കാനല്ല, കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നൊരു പയ്യനാ. അവന് അമ്മയോട് പറഞ്ഞു, എനിക്ക് മറപ്പരയിൽ നിന്ന് പോകണം, അമ്മ ഇവിടെ കൊണ്ട് സാധനങ്ങളൊക്കെ നോക്കിയെടുക്കുക, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പോയിട്ട് വാ മോനെ എന്ന് ഈ അമ്മയ്ക്ക് പറഞ്ഞാൽ പോരെ. അമ്മയും മകൻ്റെ കൂടെ അങ്ങോട്ട് പോയി. കേൾക്കണോ പ്രിയമുള്ളവരെ? അവിടെ പോയപ്പോഴവൻ കറങ്ങി തിരിഞ്ഞു അമ്മ വഴക്ക് വന്നാൽ പിന്നെ വെറുതെ പറഞ്ഞത്, പറഞ്ഞേച്ചു പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. അന്നേരം തോന്നി അമ്മയ്ക്കും അങ്ങനെ അങ്ങ് പോകണമെന്ന് തോന്നി. വെറുതെ പോയതാ മാതാവ്. 2 പിടി തീർന്നു, ബോംബ് പൊട്ടി, ഭയങ്കര നാശനഷ്ടം അവിടെ ഉണ്ടായി. ആ കടയൊക്കെ തകർന്ന് ഈ പാവത്തുങ്ങളെ ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം പറഞ്ഞ് അവിടുന്ന് മാറ്റിയെന്നുള്ളതേ ഉള്ളൂ. സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും. സ്തോത്രം. നീ ചിലപ്പോൾ ഒരു വണ്ടിക്ക് കൈ കാണിച്ചു, നിർത്തിയില്ല, തൊട്ടതെല്ലാം ശാശയെന്ന് പറഞ്ഞ് മാത്രമാകരുത്. നിർത്തിയില്ല, നിർത്താത്ത പോയതിൽ ദൈവമേ നിന്റെ ഉദ്ദേശം എനിക്കറിയത്തില്ല. പിന്നൊരു വണ്ടിക്ക് കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴാ ആ വണ്ടി കിടക്കുന്ന കിടപ്പ് കാണുമ്പോൾ, ദൈവമേ ഇതിനകത്ത് ഞാൻ അന്തർഭവിക്കാതെ എന്നെ രക്ഷിച്ചതാണല്ലോ, ഞാൻ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും. ഒരിക്കൽ കവിമാരുടെ ഒരു സമ്മേളനം വെച്ചു. അതിനകത്ത് വേമ്പനാട്ടുകായിൽ കടന്ന് മഹാകവി KB സൈമൺ സാറിനും മറ്റു ചിലർക്കും കൂടെ ഒക്കെ പോകണമായിരുന്നു. വേമ്പനാട്ടുകായലിൻ്റെ കരയ്ക്ക് ചെന്നു വള്ളത്തെ കയറി പോകാനൊരുങ്ങി. സൈമൺ സാർ അന്നേരം നോക്കിയപ്പോൾ തൻ്റെ ഏതോ ഒരു ഗ്രന്ഥം എടുത്തില്ല. സൈമൺ സാർ പറഞ്ഞു, ഞാൻ മടങ്ങി നാട്ടിൽ പോകുക. എന്താ സാറേ? ഉടനെ പറഞ്ഞു, എൻ്റെ ഒരു ഗ്രന്ഥം എടുത്തിട്ടില്ല, കവിമാരുടെ മേളയിൽ അതുകൂടെ ഉണ്ടെങ്കിൽ ചേരുവയുള്ളൂ. ഇല്ല സാറേ, നമ്മളെല്ലാം ചേർന്ന് വിടുമ്പോൾ നമുക്ക് ഇല്ലില്ല, എനിക്ക് എൻ്റേതായ ഒരു വ്യക്തിത്വമുണ്ട്, അത് ഞാൻ അവിടുന്ന് ഇവിടുന്ന് പിച്ചിപ്പറിച്ചെടുത്തൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇല്ലെന്ന് ഞാൻ വന്നില്ല, ഇത്രേ ഉള്ളൂ കാര്യം. സൈമൺ സാറ് അത് മറന്നു വെച്ച് പോയതാ. വീട്ടിൽ നിന്ന് തിരിച്ച് താനിങ്ങ് ഇടയാറുമ്പളയ്ക്ക് പോരുന്നു. ആ വള്ളം മുങ്ങിയാണ് കുമാരനാശാനും ഒക്കെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ദൈവപൈതലേ, നീ നാളുകളിൽ നീ കൃപയിൽ ആശ്രയിച്ചു കൊള്ളണം. നീ ടിക്കറ്റ് എടുത്ത പ്ലെയിൻ പോലും ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വന്നു പോകും, നീ ഭാരപ്പെടരുത്. പക്ഷേ ദൈവം ചിലതിൽ നിന്ന് ഒഴിച്ചതായിരിക്കും. 1985 ജൂൺ 23 കനിഷ്ക എന്നറിയപ്പെടുന്ന ഫ്ലൈറ്റിൽ അമേരിക്കയിൽ നിന്ന് കയറേണ്ടതായ ചില ദൈവമക്കൾ, ആ കൂട്ടത്തിൽ ന്യൂഡൽഹിയിലായിരിക്കുന്ന ജോയിയുടെ ഇളയ പെങ്ങൾ റോസമ്മയും അവളുടെ കല്യാണത്തിന് ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. ആ ഫ്ലൈറ്റ് അവൾക്ക് കിട്ടിയില്ല. പിന്നത്തേതിലാ അറിയുന്നത് അത് മഹാസമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പതിച്ചു എന്നുള്ളത്. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം, കർത്താവേ, സംഭവിപ്പാനുള്ളതിൽ നിന്ന് ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ തലമുറ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ കുഞ്ഞുമക്കൾ ഒഴിഞ്ഞു പോകുവാനുള്ള പഴുത് കണ്ടെത്തിയിട്ടുണ്ടോ? ഇന്ന് വരെ അങ്ങനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൃപയുടെ ആ തണലിൽ ഞാൻ ആശ്രയിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ തൃപ്പാദപീഠത്തിൽ അടുത്തിയല്ലേണം. സ്തോത്രം. ഓർക്കാപ്പുറത്ത് ചിലയിടത്ത് നിന്ന് നിന്റെ വസ്തു വിറ്റ് മാറാൻ ഒരവസരം ദൈവം ഒരുക്കി തരുന്നെങ്കിൽ, ഇല്ലല്ല എൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ കിടപ്പുണ്ട്, ഞാൻ ഇവിടെ തന്നെ പിടിച്ച് നിൽക്കുമെന്നൊന്നും പറയാനൊക്കെയല്ല, നീ അവിടുന്ന് മാറുന്നതും ദൈവഹിതമായിരിക്കും.
സ്തോത്രം. ഞാൻ അനുഭവസ്ഥനാണ്. യേശുവിൻ്റെ രക്തം ജയം. നീ പിടിച്ചാലും കടിച്ചാലും, കടിച്ചതും പിടിച്ചതും നിനക്ക് അവിടെ ബലവത്തായിട്ട് കിട്ടിയെന്ന് വരികയില്ല. ദൈവം നിന്നെ അവിടെ നിന്ന് ഇളക്കും. എന്താ സംഗതി എന്നറിയാമോ? അവിടെ ചിലത് നിന്നെയും നമ്മയും മാറ്റിയിട്ട് വേണം അവിടെ ചിലതൊക്കെ സംഭവിക്കുവാൻ. യേശുവിൻ്റെ രക്തം ജയം. സ്തോത്രം. എല്ലാവരെയും ഗുണപ്പെടുത്താൻ ദൈവം വാശി പിടിക്കത്തൊന്നുമില്ല. വഴി ദൈവം ഒരുക്കി കൊടുക്കും. രക്ഷയുടെ സന്ദേശം അറിയിക്കും. മത്സരഗ്രഹമാണെങ്കിൽ എഗസ്കേലിനോട് ദൈവം പറയും, എഗസ്കേലിയ മനുഷ്യപുത്ര, അവർ മത്സരഗ്രഹമാണ്. നീ അവർ കാണെ നിന്റെ കോപ്പുകൾ നീ പുറത്തിട്ടുകൊണ്ട് നീ മതിൽ കുത്തി തുരന്ന് നീ വഴിയുണ്ടാക്കി പുറത്തിറങ്ങി നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് ദൈവം എഗസ്കേലിനെ പുറത്തു വിടുന്നു. 12-ാം അധ്യായം ആരംഭം മുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ സർവശക്തനാണ്, അതുകൊണ്ട് ഞാൻ എല്ലാറ്റിനെയും ഗുണപ്പെടുത്തുമെന്നൊന്നും ദൈവം കയറി വാശി പിടിക്കുകയും അവിടെ ഉത്തരവാദിത്വം വേക്കത്തൊന്നുമില്ല. അവസരം ദൈവം ഒരുക്കി കൊടുക്കും. ആ അവസരം അത് പ്രയോജനപ്പെടുത്താതെ അപ്രയോജനത്തിലാക്കിയാൽ ചിലതിനെ അതിൻ്റെ ഇടയിൽ നിന്ന് ദൈവം മാറ്റിയിട്ട് ദൈവം ചില സംഭവങ്ങൾ അയക്കുന്ന ദൈവമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ജയം. കൃപയാൽ യേശുവിൻ്റെ രക്തസാക്ഷ്യം മാറിക്കൊള്ളാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിർബന്ധിച്ചാൽ മാറിയേക്കണം. ഞാൻ പിടിച്ചു നിൽക്കും. എനിക്ക് ചിലരൊക്കെ കൈത്താങ്ങലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ അപകടത്തിൽ ചെന്ന് അന്തർഭവിക്കേണ്ടി വരും. ആമേൻ. നമുക്ക് സംഖ്യാപുസ്തകത്തിലേക്ക് വരാം. സംഖ്യാപുസ്തകം 16-19 എടുക്കാം. സ്വല്പം വായിക്കാനുള്ളത് കൊണ്ട് ശകലം വായിച്ചും അതങ്ങ് മറയ്ക്കരുത്. അത് വെച്ച് വേണം, ഞാൻ പറഞ്ഞിട്ട് മറച്ചാൽ മതി. 16-19 സംഖ്യ. കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. വചനം പഠിക്കുന്നവർക്കറിയാം, മോശയ്ക്കും അഹരോനും വിരോധമായി കോരഹ് തല ഉയർത്തി. കോരഹ് ദാദാ അബീരാം ഓൻ എന്നുള്ളവർ ചെയ്ത ഇയാളാണ് അതിൻ്റെ ഏറ്റവും ഗ്രൂപ്പ് ലീഡർ. കുറച്ച് സമർത്ഥൻ, വാഗ്ജാലതയുള്ളവൻ ഇയാളാണ്. ഇയാൾ വാഗ്ജാലത എവിടെയും ഈ കള്ളം പറഞ്ഞാലും അത് ഉള്ളതാണെന്ന് ആക്കാൻ കഴിവുള്ളവൻ പറഞ്ഞാൽ ആ കള്ളം കുറേ നാളത്തേക്കെങ്കിലും ഉള്ളതുപോലെ ആൾക്കാരങ്ങ് വിശ്വസിച്ച് പോകും. പറഞ്ഞ് ഫലിപ്പിക്കാൻ നാവാട്ടം ഉണ്ടെങ്കിൽ. എന്നാൽ ചില പരമാർത്ഥികൾ നേര് പറഞ്ഞാലും അത് ആൾക്കാർക്ക് അങ്ങോട്ട് വിശ്വാസം വരും. കാരണം ഈ പറഞ്ഞു വടുകൊത്ത നിലയെ കൊണ്ട് എത്തിക്കാൻ ഈ പാപത്തും അറിയത്തില്ല. അവരുടെ കഴിവില്ലായ്മയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. അവർ പറയുന്ന അത്രയും കൊണ്ട് പ്രാധാന്യം വരും. എന്നാൽ വിളഞ്ഞ കള്ളമായാലും മുഖത്ത് നോക്കി ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ആണോ സാറ് പറഞ്ഞ പോലെ അല്ലേ എന്നെങ്കിലും ആഴ്ക്കാലം നീണ്ടു നിൽക്കുകയല്ല, എങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും പിടിച്ചു നിൽക്കും. അതിലൊരു കഴിവുള്ള ഒരുത്തനാണ് ഈ കോരഹ്. ഇവനെയൊക്കെ നോക്കിക്കൊണ്ട് ആ തിരുവനന്തപുരത്ത് വിക്ടർ ഫിലിപ്പ് എന്ന് പറയുന്ന ദൈവദാസൻ, പ്രായമുള്ളവർക്ക് അറിയത്തില്ല, ചെറുപ്പക്കാർ പാടുന്നുണ്ട്, പക്ഷെ പാട്ട് എഴുതിയാരാന്ന് അറിയത്തില്ല. നരകവാസം ഇങ്ങനെയോ ഞാനിത് അറിഞ്ഞില്ലേന്ന്. ഒരു പാപി രക്ഷിക്കപ്പെടാത്തവനായി നരകത്തിൽ ചെന്ന് വീണാൽ ആ വേദനയിൽ അവൻ സമ്മതിക്കുന്നതിനെ ഒരാത്മീയ ജ്ഞാനത്തിൽ ആ പാട്ടെഴുതിയ സഹോദരൻ വിക്ടർ ഫിലിപ്പ് ദൈവദാസനുമാണ്. അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. വാചാലമായി സംസാരിക്കുന്നു, വാശിയോടെ നീ പെരുമാറുന്നു. വാചാലമായി സംസാരിക്കുന്നു, വാശിയോടെ നീ പെരുമാറുന്നു. മരണം നോക്കി ചിരിച്ചിടുന്നു, അഹങ്കാരത്തിൻ ഫലം നൽകിയിടുന്നു. മരണം നോക്കി ചിരിച്ചിടുന്നു, അഹങ്കാരത്തിൻ ഫലം നൽകിയിടുന്നു. ജീവിതം ക്ഷണനേരം മാത്രം, ആ നിമിഷങ്ങൾ മനുഷ്യൻ ഉന്നതൻ. ജീവിതം ക്ഷണനേരം മാത്രം, ആ നിമിഷങ്ങൾ മനുഷ്യൻ ഉന്നതൻ. ഞാനെന്ന ഭാവവും അഹങ്കാരവും ക്ഷണികമാണെന്നതോർക്കുക നീ.
ഞാനെന്ന ഭാവവും അഹങ്കാരവും ക്ഷണികമാണല്ല ഓർക്കുക നീ. ധനാട്യനാണെന്ന വ്യാമോഹവും ധനത്തിലുപരി നിൻ ഉന്നത ഭാവവും. ധനാട്യനാണല്ല വ്യാമോഹവും ധനത്തിലുപരി നിൻ ഉന്നത ഭാവവും. ജീവന്റെ ഉടയോൻ വിളിച്ചിടുമ്പോൾ നിൻ ധനവും ശരീരവും മിഥ്യയാത്രേ. ജീവന്റെ ഉടയോൻ വിളിച്ചിടുമ്പോൾ നിൻ ധനവും ശരീരവും മിഥ്യയാത്രേ. ജീവിതം ക്ഷണനേരം മാത്രം, ആ നിമിഷങ്ങൾ മനുഷ്യൻ ഉന്നതൻ. നിൻ ജീവൻ പോയാൽ നീ എന്തു മാത്രം. ഭാര്യ മക്കൾ ബന്ധു കരഞ്ഞിരിക്കും. നിൻ ജീവൻ പോയാൽ നീ എന്തു മാത്രം. ഭാര്യ മക്കൾ ബന്ധു കരഞ്ഞിരിക്കും. ക്ഷണിക നേരം അതു മായയത്രേ. അവരുടെ അന്ത്യവും അടുത്തിടുന്നു. ക്ഷണിക നേരം അതു മായയത്രേ. അവരുടെ അന്ത്യവും അടുത്തിടുന്നു. ജീവിതം ക്ഷണനേരം മാത്രം, ആ നിമിഷങ്ങൾ മനുഷ്യൻ ഉന്നതൻ. ജീവിതം ക്ഷണനേരം മാത്രം, ആ നിമിഷങ്ങൾ മനുഷ്യൻ ഉന്നതൻ. ആമേൻ. കോരക് ലാവാട്ടമുള്ളവൻ ആൾക്കാരെ പിടിച്ചു ചേർക്കാൻ വേണ്ടി വന്നാൽ ഇങ്ങനെയും കൂടെ ജനത്തോട് പറഞ്ഞു കൊടുക്കും. അതെല്ലാം അങ്ങ് പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ചില പറയും എഴുതിയില്ലെങ്കിൽ അതെടുത്ത് പ്രസംഗിക്കണ്ട. അങ്ങനായാൽ ഞാൻ ചോദിക്കും, എവിടെങ്കിലും ഒരു കല്യാണത്തിന് പോയിച്ചു വരുന്നൊരു വ്യക്തി, അതിനടുത്തൊരു വ്യക്തി കല്യാണത്തിന് പോയില്ല, അയാൾ പിന്നെ കല്യാണം അവിടെ അറിയാം, ഓ കല്യാണം വീട്ടിൽ പോയിച്ചു വരുമെന്നോ ആണ്. അവിടെ ഏതാണ്ടൊക്കെ ചെറിയ ഒരു പിന്നെ സംസാരങ്ങളോ എന്തോ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നിങ്ങനെ കേൾക്കുന്നു. ഉടനെ പോയിച്ചു വരുന്ന ആൾ പറയാം, അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഊണ് കഴിഞ്ഞ് അന്നേരം ഇറങ്ങി പോരുന്നു. അപ്പം എന്നെപ്പോലുള്ളവരല്ല, കാഴ്ചയുള്ളവരാണെങ്കിൽ അയാളുടെ ഈ ചിരിയുടെ ഭാഗത്തും വലത്തെ കയ്യേലും നോക്കുന്നു. പുള്ളി വായി വെള്ളം ഒഴിക്കുകയും മുഖം കഴുകുകയും കൈ കഴുകുകയും ചെയ്തില്ല. ഊണ് കഴിഞ്ഞ ഉടനെ ഇങ്ങ് പോരുന്നെന്നാണല്ലോ പറഞ്ഞത്. ഊണ് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് ഇറങ്ങി കൈ കഴുകി പോക്കറ്റിൽ തുവാല എടുത്ത് തുടച്ച് ചിലരോട് യാത്രയും പറഞ്ഞു. അങ്ങനെ ഒന്നും ആരും പറയത്തില്ല. അവിടുന്ന് പെട്ടെന്ന് ഇങ്ങ് പോരുന്നതിൻ്റെ അർത്ഥത്തിലാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞത്. ഇതുപോലെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആ അല്ല, അക്ഷരം കാണാത്തത് കൊണ്ട് അത് വിശ്വസിക്കണ്ടെന്നുള്ളതല്ല. അക്ഷരമില്ലാതിരിക്കെ അക്ഷരം ഉള്ളതുപോലെ അതിൻ്റെ അർത്ഥവ്യാപ്തി തെറ്റാതെ പ്രസംഗിക്കുന്നതിനാ സാക്ഷാൽ പ്രസംഗം എന്ന് പറയുന്നത്. ആ അപ്പം മോശ ഇങ്ങനെ ഈ കോര ഇങ്ങനെ പറഞ്ഞു, ഡേ നമ്മുടെ മുൻപന്തിയിൽ ബിഷപ്പായി നിൽക്കുന്ന മോശ എന്ന് പറയുന്ന ആ ഉപദേശി നമ്മുടെ അടുത്ത് പിന്നെ ഒരു കാര്യം പറയണമെങ്കിൽ എത്ര പ്രാവശ്യം ഡിലേ എന്നതുപോലെ അയാൾ പറഞ്ഞെങ്കിലേ അങ്ങോട്ട് നോക്കും. പിന്നെ പകരം അകരവും കൂടെ ഉണ്ടെങ്കിൽ ഒരു വിധം ഇല്ലെങ്കിൽ നമുക്കെന്ത് ഇത്ര ബന്ധപ്പെട്ട് അയാളെ നേതാവാക്കി വെക്കേണ്ട കാര്യം എന്തുവാ? നമ്മളുടെ സംസാരിക്കാൻ കഴിവുള്ളവരില്ലേ? വിവിധ വിഷയങ്ങൾക്ക് തക്ക മറുപടി കൊടുക്കുവാൻ കഴിവുള്ളവരൊക്കെ നമുക്കില്ലേ? ഒരു കാലത്ത് പിടിപ്പിക്കാൻ അയാൾ ഉപയോഗിച്ച് കാണുമോ? ശരി, സമ്മതിച്ചു. ഇപ്പം എന്നും അയാൾ മാത്രം ഉണ്ടെങ്കിലേ ഒക്കുന്നു നമുക്ക് സംഘം ചേർന്നൂടാ. ശരിയാ, സാറ് പറഞ്ഞു ശരിയാ, കോരക് സാറ് പറഞ്ഞു ശരിയാ, ചേട്ടൻ പറഞ്ഞു ശരിയാ. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അത് ശരിയാ സമ്മതിച്ചു. ശരി, പേപ്പർ എടുത്ത് ഒപ്പിടാം, ഞാൻ ഒപ്പിടാം എല്ലാവരും പറയും. ഒരു വൻ സമൂഹത്തെ പിടിച്ച് ഞാൻ കസ്റ്റഡിയിലാക്കി. ഈ ഒരു കാര്യം പണ്ടും ഇപ്പോഴും വാസ്തവം. കൂനാംകുരുക്ക് ഒപ്പിക്കുന്നതിന് പെട്ടെന്ന് ആൾക്കാരെ കസ്റ്റഡി കിട്ടും. നല്ല കാര്യത്തിന് വേണ്ടി വർഷങ്ങൾ പരിശ്രമിച്ചാലും ഒരെണ്ണത്തിന് കിട്ടുന്ന കാര്യമാണ് പ്രയാസം. ഈ ക്രിസ്തുവിനെതിരായിട്ട് 4 വാക്ക് പറഞ്ഞ് കുറേ ആൾക്കാരെ ഒന്ന് വശത്താക്കാമോ? ഇവിടെ എല്ലാം ഈ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുള്ള സാത്താൻ്റെ സഭ എന്ന് പറഞ്ഞത് എന്തു വേണ്ടി ആളാ കൂടുന്നു? വല്ല പ്രയോജനമുള്ളതാണോ? ഏതെങ്കിലും കുടുംബത്തിനോ വ്യക്തിയോ പ്രയോജനമുള്ളതാണോ? ഉള്ള പ്രയോജനം നശിപ്പിക്കുക ആൾ കൂടുന്നു. പക്ഷേ അതിൽ പോകാതിരിപ്പാൻ അനേകരെ ഉപദേശിച്ചിട്ട് എത്രണ്ണം തിരിച്ചു വരുന്നുണ്ട്. അതാ പ്രയാസം. അത് പണ്ടേ ഉള്ളതാ. ഈ തന്ത്രവിദ്യയും തറവേലയും കൊണ്ട് നടക്കുന്ന പരിപാടി എന്തുണ്ടോ അതിൻ്റെ കൂടെ കുറേ ആൾക്കാരങ്ങ് പോവുങ്ങ്.
ഇപ്പം അതാ കൊട്ടാരിക്കര ഒരു സഭ വന്നാൽ ആ ന്യൂയോർക്കിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അങ്ങ് പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും പാസ്റ്റർമാർക്കും ആർക്കെങ്കിലും അറിയാമായിരിക്കാം. പിന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് ക്രിസ്ത്യൻ ചർച്ച് എന്നാ പോലും അതിൻ്റെ പേര്. ആരാധന അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ വസ്ത്രമെല്ലാം ഊരും. ആരാണ്ട് ചോദിച്ചു ഇതെന്തൊരു വേലയാന്ന്. ഉടനെ പറഞ്ഞു നിങ്ങൾ വചനം പഠിക്കാൻ കേട്ടാ നിങ്ങളിത് ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത്. അതെന്തുവാ? ശൗലിൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് വന്നപ്പോൾ അവൻ വസ്ത്രം ഊരി കളഞ്ഞച്ച് അവൻ പ്രവചിച്ചു. ഷെടാ എന്തൊരു മെനയാന്ന് പറ. ശൗൽ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വസ്ത്രം ഊരിയെന്നല്ല. ഇതെന്തൊരു ഇതിനെയൊക്കെ വാസ്തവത്തിൽ എന്തോ മറുപടികൾ പറയേണ്ടത്. പലതര ഉപദേശങ്ങളഹോ പാഴിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പോർ ധന്യർ. ഇത്ര അർത്ഥവത്തായ കാര്യമാണ് പണ്ട് കാലത്തെ പിതാക്കന്മാർ എഴുതി വെച്ചേക്കുന്നത്. അവര് ആ പ്രസ്ഥാനത്തിൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് അത് എഴുതി വെച്ചതെങ്കിലും സംഭവം ഇന്ന് വന്നപ്പോൾ ശരിയല്ലയോ സംഭവം? പലതരമായത് കൊണ്ടിട്ട് അനേകരെ ചതിച്ച് കുഴപ്പത്തിലാക്കുന്ന രംഗങ്ങൾ വായിക്കാൻ നമുക്ക് ഇപ്പം വന്നപ്പോൾ റേഡിയോയിലും ടി വിയിലും ഒരു വാർത്തയുടെ ഇടയിൽ അജണ്ട തയ്യാറാക്കാതെ പെട്ടെന്ന് വരുന്നത്. അതിന് പറയുന്ന വാക്കെന്തോന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പോൾ കിട്ടിയ വാർത്ത. ഇപ്പോൾ ഓർമ്മ വന്നതാണ്. ഇപ്പം എൻ്റെ പ്രസംഗ വിഷയത്തിൽ പെടുന്നതല്ലായിരുന്നു. ഇത് വന്നപ്പോൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4:38 മുതൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4:38 മുതൽ ഇപ്പോഴത്തേനോടും കൂടെ ആ വിഷയം ചിന്തനീയമായിരിക്കും ഒരു വിഷയമാണ്. 4-ാം അധ്യായത്തിന് 38-ാം വാക്യം മുതൽ. അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ, ഈ മുമ്പേ പറഞ്ഞ സംഖ്യാപുസ്തകം മറക്കല്ലേ, ഉപദേശി അത് വിട്ടുപോയി കാണും. ഇല്ലില്ല, എത്ര അടി ഉയരത്തിൽ പട്ടം പറന്നു പൊങ്ങിയാലും ചരട് ഇവിടെ ഉണ്ട് കേട്ടോ, ചരട് ഇവിടെ ഉണ്ട്. പ്രവാചക ശിഷ്യന്മാർ ഈ ക്ഷാമകാലത്ത് എലിമലേക്കും കുടുംബവും മോവാബിലേക്ക് പോയ പോലെ അവർ ഓടിപ്പോയെന്നല്ല, അവർ ആ ക്ഷാമകാലത്തും അവർ പ്രവാചകന്റെ കാൽക്കലിരുന്നു. അത് വളരെ ചിന്തനീയമായ ഒരു വിഷയം. നിന്നെ ഓടിച്ചു കളയുന്ന ആത്മീയ കൂട്ടായ്മയെ ചിതറിപ്പിക്കുന്ന ചിലതൊക്കെ ജീവിതത്തിൽ ഏറ്റുമുട്ടിയെന്ന് പറയാലും അവിടെ നീ അന്തർഭവിച്ചു പോകാതെ നീ സ്വർഗീയന്റെ കാൽക്കൽ നീ ഇരുന്നാൽ പിന്നത്തേതിൽ വലിയൊരു ജയം കണ്ടെത്താൻ കഴിയും. ക്ഷാമമുണ്ടാകാം, പ്രയാസമുണ്ടാകാം, പ്രശ്നമുണ്ടാകാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വാക്കേറ്റം ഉണ്ടാകാം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് മന്മയമായി മനുഷ്യൻ്റെ ഉത്തരവാദിത്തത്തിൽ പോകുന്ന സംഘടനകളിൽ ഇതെല്ലാം ഉണ്ടാകാവുന്നതാണ്. അത് വെച്ചുകൊണ്ട് നീ അതൊരു പഴുതാക്കിക്കൊണ്ട് സത്യം വിട്ടെടുത്ത് മോവാബിലേക്ക് ചാടിപ്പോകരുതേ. ഓർത്തോണം, ക്ഷാമമുണ്ടായപ്പോഴും അവർ പ്രവാചകന്റെ കാൽക്കൽ നിന്ന് വിട്ടുപോയില്ല. അവരവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്നാലുള്ള ഗുണം എന്തെന്നറിയാമോ? പ്രവാചകന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ കാൽക്കൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരു വലിയ കലം അടുപ്പിൽ വയ്ക്കും. ഒരു കുഞ്ഞേട്ടി എടുത്ത് വയ്ക്കാനല്ല പറഞ്ഞത്. ഇപ്പൊ കിട്ടിയ സാഹചര്യത്തിൽ എന്തെങ്കിലും എടുത്ത് പോയി, അങ്ങനെ എന്തെങ്കിലും കൊണ്ട് പരിപാടി ഒപ്പിക്കുന്നവനല്ല ഈ ദൈവം. വലിയതുകൊണ്ട് കാര്യം നിറവാക്കുന്ന ദൈവമാണ്. സ്തോത്രം. പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്തും പിന്നെയും ശാശൊരു വേല ചെയ്യുന്നുണ്ട്. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചീര പറിച്ചു കൊണ്ടുവന്നു. അത് ഒരെണ്ണം ഒരു തുമ്പോറ്റോ പറിച്ചുകൊണ്ട് വന്നതല്ല, മടി നിറയെ പറിച്ചങ്ങ് വേച്ച് ഇനി കൊണ്ടുവന്ന് ചെയ്ത വേറെ ദ്രോഹം എന്തോന്നറിയാമോ? അവർ അറിയായികയാൽ അരിഞ്ഞു പായസക്കലത്തിലിട്ടു. അത് കൊണ്ടുവന്ന് ആ വള്ളി അതുപോലെ കിട്ടതല്ല, അരിഞ്ഞങ്ങ് ആർക്കും അതിനകത്തുനിന്ന് ഒരു തരി പോലും എടുത്ത് കളയാനൊക്കാതെ വേണം അരിഞ്ഞങ്ങ് ചേർത്ത്. ഇപ്പം ദുരുപദേശം കൊണ്ടുവന്ന് അനേകരുടെ ഇടയിലേക്ക് ചേർക്കുന്നിങ്ങനെ അരിഞ്ഞങ്ങ് ചേർക്കുക. ആർക്കും അതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ വേണം അതിനകത്തങ്ങ് ചേർക്കുക. അരിഞ്ഞങ്ങ് ഇട്ടങ്ങ് വേവിച്ചങ്ങ് അവരത് ആൾക്കാർക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളവേ, കലത്തിൽ മരണമെന്ന് പറഞ്ഞു. അപ്പോഴാ പരുവക്കേടാ മനസ്സിലായത്. അവർ നിലവിളിച്ചു സത്യം അസത്യം തമ്മിൽ തരംതിരിച്ച് അറിഞ്ഞു. എന്നാൽ ഇന്ന് അനേകർക്കും തരംതിരിച്ചറിയാൻ വയ്യ. ഇതെല്ലാം കൂടെ കൂട്ടികളൊക്കെ ഞാൻ കൊണ്ടുപോകാം, പേച്ചൂരെ അല്ലാത്തതും എല്ലാം കൂടെ. ഇത് കേട്ടുടനെ ഏലിശ പറഞ്ഞൊരു കാര്യം ചെയ്യും, അത് എടുത്താൻ കള. അങ്ങനെ എടുത്ത് കളയുകയല്ല, ഇത് പഥ്യമാക്കി തീർക്കുവാൻ നേരിയ മാവ് കൊണ്ടുവന്നിട്ട് അതിനെ ഉപയോഗ വസ്തുവാക്കാൻ പറഞ്ഞു.
ഇന്ന് പലയിടത്തുനിന്നും പല പേച്ചുര കൊണ്ടുവന്ന് ഇന്ന് ദൈവസഭയാകുന്ന കലത്തിലിട്ട് വേവിച്ച് അനേകരെ ചതിക്കുന്ന വലിയ ദോഷം ഇതിനകത്തുണ്ട്. ഇപ്പം ഞാൻ അടുത്തറിഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം അറിഞ്ഞു, വേറൊരാൾക്ക് വന്നൊരു കത്ത് ഒരാളെടുത്ത് വായിച്ചേച്ചാ എന്നോട് പറഞ്ഞത്, കൃപാവരം കൊടുക്കുന്ന ഒരു സ്ഥലം തേനി, കമ്പം തേനിയേ, നമ്മുടെ ഈ അയറഞ്ചിലെ കമ്പം വീട്ടിന് തൊട്ടപ്പുറത്താ തേനി കമ്പം തേനി കൃപാവരം. 10 ദിവസം അവിടെ ചെന്ന് താമസിച്ചാൽ മതി, കുടുംബമായിട്ട് ചെല്ലരുത്, ചെന്നാൽ 2 ഭാഗത്തായിട്ട് മാറി താമസിച്ച് ഇറച്ചി, മീന്, മുട്ട ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഏത് വരം വേണമെന്ന് ചോദിക്കും, ആ വരം കൊടുക്കും. അപ്പോൾ അടയ്ക്കേണ്ട പണം അവിടെ അടച്ചു പോരുന്നാൽ മതി. 1944 വേല തികച്ച മഹത്വത്തിൽ ഫെബ്രുവരി 20-ാം തീയതി 44 ഫെബ്രുവരി 20-ാം തീയതി വേല തികച്ച മഹത്വത്തിൽ പോയ സൈമൺ സാറ് ഇന്നത്തെ കാലത്തെ പ്രവചനാത്മാവിൽ കണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എഴുതി വെച്ചു പോയി. പ്രായമുള്ള ബ്രഹ്മദോസുകാർക്കും അല്ലാത്തവർക്കും എല്ലാം അറിയാവുന്ന പാട്ടാണ്. ഭക്തിയും വൻ ഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ, ഭക്തിയും വൻ ഭക്തി കേടും ചേർത്തിളക്കി തരം പോലെ, ചെപ്പടിക്കളി നടത്തും കള്ളസുവിശേഷകരെ കൊണ്ടുവാ കൊണ്ടുവാ നീ, പാവികളെ കൊണ്ടുവാ കൊണ്ടുവാ നീ. അവരുടെ താല്പര്യം എന്തോന്നറിയാമോ? അസലായി കഴിയണം, ഡ്രസ്സു നന്നായിരിക്കണം, അസലായി കഴിയണം, ഡ്രസ്സു നന്നായിരിക്കണം, വസ്തു തന്നെ ദൈവമെന്ന് ഓർത്തുരയ്ക്കും ഷാടന്മാരെ കൊണ്ടുവാ കൊണ്ടുവാ നീ, പാവികളെ കൊണ്ടുവാ കൊണ്ടുവാ. ഈ തന്ത്രവും വേലയെല്ലാം കാണിച്ചു ഒരു ആത്മാവിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവാ. ഇതാ ആ ഭക്തൻ പറയുന്നത്. ബേല ബേല എന്നു ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, ബേല ബേല എന്നു ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ, 4 പാടും തുറന്നുള്ള ജലസുവിശേഷകരെ കൊണ്ടുവാ കൊണ്ടുവാ നീ, പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ നീ. 2 ജമാന്മാരെ സേവിച്ചിണ്ടലന്യെ വാസിക്കാമെന്ന്, 2 ജമാന്മാരെ സേവിച്ചിണ്ടലന്യെ വാസിക്കാമെന്നുള്ളുകൊണ്ടു നിനയ്ക്കുന്ന കള്ളരെ പിടിച്ചു കെട്ടി കൊണ്ടുവാ കൊണ്ടുവാ നീ, പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ കൊണ്ടുവാ നീ, പാപികളെ കൊണ്ടുവാ കൊണ്ടുവാ നീ. മോനെ, ഞാനും നീയും ആഗ്രഹിച്ച് നിൽക്കുക. സമയം നമ്മെ കാത്തു നിൽക്കുന്നില്ല. ഇവർ വാച്ച് കിടക്കുന്ന കൈ പൊക്കി കാണിച്ച് അവരുടെ കൈ കഴയ്ക്കുമെന്നുള്ള ഞാൻ കണ്ടിട്ട് വേണ്ടേ? പിന്നെ ഉള്ള സംഗതി, എന്നേക്കാൾ ഒരു പക്ഷേ പ്രായക്കുറവാണെങ്കിലും ശുശ്രൂഷ സ്ഥാനത്തിൽ മാനിക്കേണ്ട അഭിഷക്തൻ എൻ്റെ പാൻറ്റയെ പിടിച്ച് വലിക്കേണ്ടി വരും. അതോർത്ത ഇവൻ ആയുസ് കേട്ട് കാണത്തില്ല ഈ പാട്ട്. അവൻ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ വായിച്ച് അതിൻ്റെ സ്കെയിൽ കൊണ്ട് നിർത്തിയത്. എനിക്കെൻ്റെ കാലേ കൂടെ പെരുപ്പം കയറി. എന്തോ ചെയ്യാൻ പോട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാട്ടെല്ലാം കേട്ടില്ലേലും വേണ്ടിയല്ല. പൗലോസ് ഇങ്ങനെ എബ്രായലേഖനത്തിൽ പറഞ്ഞു, അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി പോകാതിരിപ്പാൻ കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യം. അപ്പം ഇങ്ങനെ ചില പേച്ചുര വരച്ചിടുന്ന നാവാട്ടമുള്ള ആൾക്കാരുണ്ട്. സംഖ്യാപുസ്തകത്തിലേക്ക് വരികയാ. വന്നോട്ടെ. ചിലർ വിചാരിച്ചാൽ അത് മറന്നുപോയി കാണുമെന്ന്. കോരഹ അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. യഹോവ മോശയോടും അഹരോനോടും, ഈ സഭയുടെ മധ്യയിൽ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർ കവിണ്ണു വീണു. സകല ജനത്തിന്റെയും ആത്മാക്കൾ കുടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസ്തലത്തിന്റെ ചുറ്റിലും നിന്ന് മാറിക്കൊള്ളുവിനെന്ന് സഭയോട് പറക എന്ന് കൽപ്പിച്ചു. മോശയോട് ദൈവം എടുത്തു പറഞ്ഞു. നമ്മളൊരു കാര്യം കേട്ടാൽ അത് അതുപോലെ അങ്ങ് ചിന്തിക്കുക എന്ന് മാത്രം. ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണ്. യഹോവയായ ദൈവമേ, ഒരുത്തൻ പാപം ചെയ്തു, അവനങ്ങ് വഴിതെറ്റി, ബാക്കി നിരപരാധികളെ എല്ലാം കൂടെ നീ നശിപ്പിക്കുമെന്നാണോ? ദൈവം എടുത്തു പറഞ്ഞു. മോനെ മോശേ, സംഭവം നീ അവരോട് പറ. കോരഹ്, ദാഥാൻ, അബീരാം എന്നവരുടെ വീടിൻ്റെ അല്ലെങ്കിൽ കൂടാരത്തിൻ്റെ അടുക്കൽ നിന്ന് ഇവരുടെ കൂടാരം അവിടെ നിന്ന് മാറ്റിക്കോളാൻ പറ, അല്ലെങ്കിൽ അവർക്കും നാശം ഉണ്ടാകും. ഞാൻ കോരഹനെയും കൂട്ടരെയും നശിപ്പിക്കും. ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോളാൻ നീ അവരോട് പറ. അതാ ആ വാക്യത്തിൻ്റെ ചുരുക്കം. മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, പ്രമാണത്തിൽ നിൽക്കുന്ന വിശുദ്ധി പാലിക്കുന്നവരോട് പറഞ്ഞു,
കോരകിൻ്റെയും കൂട്ടരുടെ അടുക്കൽ നിന്ന് നിങ്ങളുടെ കൂടാരത്തിൻ്റെ കുറ്റിയൊക്കെ വലിച്ചു പിടിച്ച് മാറിക്കൊള്ളാൻ പറഞ്ഞു. അവർ പക്ഷേ ചോദിച്ചു കാണും, മോശോപദേശി, സാധാരണ മേഘം പൊങ്ങിയല്ലേ കുറ്റി അടിച്ച് കുറ്റി ഊരുകയുള്ളൂ, അല്ല നമ്മൾ ചില ദൈവപദ്ധതിയിൽ അത് അടിച്ചത് പെട്ടെന്ന് ഊരേണ്ടി വരും. നമ്മുടെ ചിട്ടയാ മേഘം പൊങ്ങിയിട്ടാകട്ടെന്ന്. കാരണം നമ്മളങ്ങനെ പാരമ്പര്യമായി വന്നു അറിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഇടയ്ക്ക് ദൈവത്തിൻ്റെ ചില പ്രത്യേക കാര്യപരിപാടിയുണ്ട്. നീ അത് ഊരാൻ പറഞ്ഞു. ഈ പാപത്തിങ്ങളതെല്ലാം ഊരി കെട്ടിപ്പറക്കി അവിടുന്ന് പോകാൻ നടക്കുമ്പോൾ കോരകും കൂട്ടരുമൊക്കെ ഒരു ഹാസ്യച്ചിരി, ഓഹോ പാട്ടും പാടി ദൈവത്തിനും മോശയ്ക്കും എന്നും പറഞ്ഞുകൊണ്ട് നിന്ന പാർട്ടികളിപ്പോൾ കൂടാരൊക്കെ വലിച്ചു ഊരിക്കൊണ്ട് പോകുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും പോകുന്നവരല്ല, ഞങ്ങൾ ഇവിടെ തന്നെ. നീ പോകണ്ട, നീ അവിടുന്ന് കീപ്പോട്ട് പോയാൽ മതി, നീ വലിച്ചൂരിക്കൊണ്ട് പോകണ്ട. സംഭവിപ്പാനുള്ള എല്ലാത്തിനും തൻ്റെ ജനത്തെ ഒഴിച്ചു നിർത്തുന്ന സമയമാണത്. എന്നിട്ടേ വായിച്ചു. മോശ എഴുന്നേറ്റ് ദാഥാന്റെയും അബീരാമിന്റെയും അടുക്കൽ ചെന്നു. ഇസ്രയേൽ മൂപ്പന്മാരും അവന്റെ പിന്നാലെ ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ പറഞ്ഞു. അവരത് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. അവർക്കുള്ള യാതൊന്നിനെയും തുടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിലും നിന്ന് മാറിപ്പോയി. എന്നാൽ ദാഥാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിൽക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, അവരെല്ലാം ഇങ്ങ് വെളിയിൽ വന്ന് എല്ലാവരുടെ കയ്യിൽ ഒരു ഗ്ലാസ് കടുങ്കാപ്പിയോ കട്ടൻ തൈലോ ഉണ്ടെന്നങ്ങ് സങ്കല്പിക്കുക. എല്ലാവരും വന്ന് മോശോപദേശി രാവിലെ ചെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഹാസ്യസ്ഥിതിയോട് എല്ലാവരും കൂടാരവാതിൽക്കൽ വന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയും പരിക്കകത്തും ഒക്കെ ഇങ്ങനെ നിന്ന് മറ്റേ ദൈവമക്കൾ പോയതിൻ്റെ ആക്ഷേപം എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് ഒരു ചിരിച്ചു നിൽക്കുക. മോശ വിടുന്നില്ല, മോശ ശുശ്രൂഷയും കൂടെ ആരംഭിച്ചു. ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും. അപൂർവ കാര്യം എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവമാണ് നടക്കാൻ പോകുകയാ. ഭൂമി വായ് പിളർന്ന് അവർക്കും അവർക്കുള്ളതിനെയും വിഴുങ്ങിക്കളയും. ഇതാ അസാധാരണ എന്ന് പറഞ്ഞാൽ സാധാരണയല്ലാത്ത അപൂർവ കാര്യം. അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. എന്നാൽ അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ, ശ്രദ്ധിക്കണം, ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചത് കുറച്ചു വടം പെൻഡിങ് ആയിട്ടിരുന്നില്ല. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ, നിന്നെ കൊണ്ടും എന്നെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് ചെയ്ത് തീർന്നപ്പോൾ, നമ്മെ കൊണ്ട് സംസാരിപ്പിക്കുവാനുള്ളത് സംസാരിപ്പിച്ച് തീർന്നപ്പോൾ, അനന്തരമായി ദൈവം തന്റെ പ്രവൃത്തിയുടെ ഭയങ്കരത്വത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. നിശ്ചയിക്കപ്പെട്ടത് എന്തുണ്ടോ അതിൽ വിശ്വസ്തരായി ഞാനും നിങ്ങൾ നിന്നാൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അത് വേറൊരാളെ ഏൽപ്പിക്കുകയോ പെൻഡിങ്ങിൽ ഇടിക്കുകയോ ചെയ്യയില്ല ദൈവം. അവൻ ഈ വാക്കുകളെല്ലാം സംസാരിച്ച് തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഒരു ഭയങ്കരത്വം പിന്നെ എഴുതിയിട്ടുണ്ട് അവിടെ. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. ബാക്കിയൊരു സംഭവം, അവരുടെ ചുറ്റും വരുന്ന ഇസ്രായേലിയരൊക്കെയും അവരുടെ നിലവിളി കേട്ടു. ആമേൻ. ഒരിക്കൽ പാവപ്പെട്ട മോശയൊക്കെ വിതുമ്പി ദൈവത്തോട് പറഞ്ഞു കരഞ്ഞു കാണും, ദൈവമേ എന്നെ വിക്കനാക്കി വെച്ചത് നീയല്ലയോ, എൻ്റെ വാക്കുകളെ അവരാക്ഷേപിച്ച് പുച്ഛിച്ച് കളിയാക്കി പറയുന്നു എന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് തോളത്ത് കിടന്ന ആ ടർക്കി തുവാലയെടുത്ത് കണ്ണുനീര് തുടച്ചപ്പോഴും സ്വർഗം പറഞ്ഞു, ഏതായാലും നീ കണ്ണ് നിറഞ്ഞൊഴുകുകയല്ലോ ഉള്ളൂ, കണ്ണ് നിറഞ്ഞൊഴുകുകയല്ല, നാടളകുന്ന നിലവിളി അപ്പുറത്ത് നടക്കാൻ പോകുകയോ. ആമേൻ. ചില വിഷയത്തിൻ്റെ മുഖത്ത് ചില നിരപരാധികളും ജീവിതത്തിൽ ചങ്കുപൊട്ടിയെന്ന് വരാം, കണ്ണ് നിറഞ്ഞെന്ന് വരാം, വേദനിച്ചെന്ന് വരാം, നെഞ്ചത്ത് കൈ അടിച്ച് ദൈവമേ ഇതാണോ എൻ്റെ ഓഹരി എന്ന് ചോദിച്ചെന്ന് വരാം. അപ്പുറത്ത് നടക്കാൻ പോകുന്ന അതിഭീകരത ഇതിനേക്കാൾ വലുതാ, അത് നമ്മൾ അറിയുന്നില്ല. യേശുവിൻ്റെ രക്തം ജയം. എത്രയെത്ര സംഭവങ്ങളുടെ ചുരുൾ നിവർക്കാനുണ്ടെന്നറിയാമോ? ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, സമയത്തിൻ്റെ ഇതുകൊണ്ടാണ്, അല്ലാതെ പറഞ്ഞുവിടാനുള്ളതല്ല. ആക്കളെ ഞാൻ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവർ, ചുറ്റുമുള്ള ഇസ്രായേലിയർ, ചുറ്റും എന്ന് പറയുമ്പോൾ ആ കൂടാരത്തിന് ഏറ്റവും അടുത്തല്ല, കുറച്ച് ദൂരെ മാറി അടുത്തുള്ളവരൊക്കെ അവിടുന്ന് കൂടാരം കുറ്റി ഊരി അവിടുന്ന് പറഞ്ഞ് പോയല്ലോ.
ദൂരെ ഉള്ള ചുറ്റുമുള്ള ഇസ്രായേൽ അവരുടെ നിലവിളി, അവരുടെ ആ അലർച്ച, അവർ ഭൂമിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയത്. സംഭവിക്കാനുള്ള എല്ലാത്തിൽ നിന്നും നീ ഒഴിഞ്ഞു പോകുവാനും, സംഭവിക്കാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ഒരൊറ്റ സംഗതിയേ ഉള്ളൂ. രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഈ മൈക്കിൻ്റെ ശബ്ദത്തിൽ കൂടെ വചനം കേൾക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നീ വചനം കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക. സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്ന ദൈവപുത്രനെ ഇന്ന് രാത്രിയിൽ രക്ഷകനായി സ്വീകരിക്കുക. പട്ടാളത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, കുറച്ച് പ്രായമുള്ളവരായും ചെറുപ്പക്കാരായാലും അവർക്കറിയാം. പിന്നെ പലയിടങ്ങളിലും കിടങ്ങ് കുഴിച്ചിട്ടേക്കും, ഇല്ല റബ്ബറിൻ്റെ ഇടയിൽ കാന എടുത്തിട്ടേക്കുന്നത് പോലെ കിടങ്ങ് കുഴിച്ചിട്ടേക്കും. എന്തിനാ? എവിടെങ്കിലും ഒരു ബോംബ് പൊട്ടി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദം കൊണ്ടങ്ങ് തീർന്നാലും എൻ്റെ പ്രവൃത്തി തീരത്തില്ല. ആ ബോംബിനകത്തു നിന്ന് ഇങ്ങനെ കറിക്കത്തി രീതിയിലുള്ള ബ്ലേഡുകൾ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ടിരിക്കും അന്തരീക്ഷത്തിൽ. ആ പൊട്ടിയതിൻ്റെ ശക്തിയാൽ അത് ചിലപ്പോൾ വന്ന് അരിഞ്ഞ് പൂളി നശിപ്പിച്ച് കളയും. അത് വരാതിരിപ്പാൻ സർക്കാർ ഉത്തരവിൽ ഇങ്ങനെ അവിടവിടങ്ങൾ കിടങ്ങ് കുഴിച്ചിട്ടേക്കും. ആ കിടങ്ങിനകത്ത് ഇറങ്ങിക്കിടക്കുന്ന വ്യക്തിയുടെ മേൽ ഇതങ്ങ് പോകും, എവർക്ക് ശല്യം ഉണ്ടാകുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ദേശത്തപടപടങ്ങളിലായി, രാജ്യത്തപടപടങ്ങളിലായി ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കത്തി പാറിപ്പറക്കുമ്പോൾ രക്ഷപ്പെടുവാൻ 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പേ ഒരു കിടങ്ങ് നമുക്ക് വേണ്ടി കുഴിക്കപ്പെട്ടിട്ടുണ്ട്. കാൽവരിയിൽ പിളർക്കപ്പെട്ട യുഗങ്ങളുടെ പാറയായ നമ്മുടെ കർത്താവായ യേശു എന്ന അവൻ്റെ ചങ്ക് പിളർക്കപ്പെട്ട ആ കിടങ്ങിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ശിക്ഷാപതിയുടെ ഈ കത്തിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. ആമേൻ. യേശുവിൻ്റെ രക്തം ജയം. ഇന്ന് രാത്രി ആര് മനസ്സ് വയ്ക്കും, കർത്താവേ ഞാൻ ആ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ആ രക്ഷയിൽ ഞാൻ വിടുതൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ ഒരു പാട്ട് പാടും, പക്ഷേ ആ പാട്ട് അങ്ങനെ പാടിയോട് തെറ്റില്ല എങ്കിലും ഭക്തൻ ഉദ്ദേശിച്ചത് പിന്നെ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ പാടണ്ട, ഞാൻ പറഞ്ഞു വിടുക. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എന്നാൽ പിന്നെ ചെറിയ സാറ് അത് എഴുതിയപ്പോൾ അദ്ദേഹം എഴുതിയത് മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ അരക്ഷണം കൊണ്ട് മിന്നൽ വേഗേനെ താൻ രക്ഷിക്കപ്പെട്ടെന്ന്. നിത്യനരകത്തിലേക്ക് പോകേണ്ട വ്യക്തി കണ്ണിമിക്കുന്നിടയിൽ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ, യേശുവേ നീ എൻ്റെ സ്വന്തമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന തീരുമാനം ഹൃദയ തകർച്ചയോടെ വന്നാൽ കണ്ണിമിക്കുന്നിടയിൽ ആ വ്യക്തി ദൈവരാജ്യത്തിൻ്റെ അവകാശിയാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഏതായാലും 10 മണിയെ കഴിഞ്ഞ് ഉറങ്ങാനൊക്കെയുള്ളല്ലോ, എന്തുമായാലും ഗുണോ ദോഷമോ എന്തുമായിട്ട് ഒരു പ്രസംഗം നടക്കും, നോക്കുന്നത് കേട്ട് പോകാം, പാട്ടുമൊക്കെ ഉണ്ട് എന്ന് മാത്രം വിചാരിച്ച് റോഡിലെങ്ങാണം നിന്നോ കടവരാന്തകളിലോ വീട്ടുവരാന്തകളിലോ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിതരെ, വിദ്യാഭ്യാസമില്ലാത്ത കണ്ണുകാഴ്ചയില്ലാത്ത എൻ്റെ വാക്കായിട്ട് പ്രാധാന്യം കൊടുക്കണ്ട. നമ്മയെല്ലാം സൃഷ്ടിച്ച ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി കേൾക്കപ്പെട്ടതായി ദൈവവചനത്തിലുള്ളൂ. വചനത്തിൽ തെളിവില്ലാഞ്ഞിട്ടല്ല ദൈവത ആത്മാവിൽ നടത്തപ്പെടുന്ന ഓരോ അഭിഷക്തന്മാരും പ്രസംഗം നിർത്തുന്നത്. ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഏതിനും ഒരു സാമാന്യ ചട്ടക്കൂട്ട്, ഒരു മര്യാദ ഉണ്ടല്ലോ, അതനുസരിച്ചാണ് കൊണ്ട് നിർത്തുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറയുകയാണ്, ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ആരും രാത്രി മനസ്സ് വയ്ക്കും. ഒരിക്കൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടോ സ്നാനപ്പെടാതെയോ നിന്നിട്ട് പിന്മാറിപ്പോയിട്ട് ആരെങ്കിലും പിന്മാറ്റക്കാരനോ പിന്മാറ്റക്കാരത്തെയോ ഇന്ന് രാത്രി നിന്റെ മടങ്ങിവരവിൻ്റെ സമയമാണിത്. നിന്റെ മടങ്ങിവരവിൻ്റെ സമയമാണ്. ഇനി ഒരു സമയം നിന്റെ മുൻപാകെ ശേഷിക്കുമെന്ന് വിചാരിക്കരുത്. ആമേൻ. 10ാം ക്ലാസ്സിലെ പരീക്ഷ മാർച്ച് 14-ാം തീയതി മുതൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപനം ചെയ്തിരിക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾ പറയാം, എനിക്ക് അന്നൊക്കത്തില്ല, സ്വന്തക്കാരനും വെച്ച് ഊട്ടി ഇരുട്ടി കൊടൈക്കനാലൊക്കെ പോകണം, അത് കഴിഞ്ഞിട്ട് ഏപ്രിലിൽ എനിക്ക് പരീക്ഷ എഴുതാനൊക്കെ എന്ന് പറഞ്ഞാൽ നീ പറയുന്ന സമയം നടക്കുമോ? വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ സമയം നടക്കുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം നിന്റെ മുൻപാകെ ഒരുക്കി വച്ചിരിക്കുന്ന ഈ സമയത്തെ പ്രയോജനപ്പെടുത്തി ഒന്നുകിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. കൊച്ചുകുഞ്ഞുപദേശി ഇങ്ങനെ ഒരു ചോദ്യം പാട്ടിനകത്തൂടെ പാടി ചോദിച്ചിട്ടുണ്ട്. ചിലർക്ക് അതിൻ്റെ അർത്ഥം അറിയത്തില്ല, മലയാളമായാൽ തന്നെയും സംശയമാണെന്ന സംശയമല്ല, 2 കാര്യത്തിൽ ഏതാ മുൻപേ നടക്കുന്ന അറിയുന്നില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരാം. ക്രിസ്തൻ്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു? ഈ ദിവസമാണോ എന്ന് ആരറിഞ്ഞു? നമുക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തൻ്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു?
വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും ഒരുങ്ങു എന്നാത്മാവേ വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും ഒരുങ്ങു എന്നാത്മാവേ ഉണരുക നീയൽ ആത്മാവേ യേശുവിനരികിൽ നീ ഉണരുക നീ എല്ലാം യേശുവിനരികിൽ നീ തുണയവനല്ല